സത്യത്തിൽ ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യമൊക്കെ എത്ര വർണ്ണിച്ചാലും മതിയാവാത്തതാണ്. ചില ജീവിതങ്ങളൊക്കെ ദൈവം തൊട്ടനുഗ്രഹിക്കുന്നത് കേൾക്കുമ്പോൾ വിസ്മയത്തോടെ കേട്ടിരിക്കാനേ നമുക്ക് തോന്നുള്ളൂ. അങ്ങനെ ദൈവം തൊട്ടനുഗ്രഹിച്ച ജീവിതങ്ങളിലൂടെയാണല്ലോ ബെത്സയിദ യാത്ര ചെയ്യുന്നത്. ഇന്ന് ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുക. നമുക്ക് പുതിയ ജീവിത സാക്ഷ്യങ്ങളെ തേടിയുള്ള ഈ യാത്ര ആരംഭിക്കാം. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഈ എപ്പിസോഡിലുള്ളത് ജലജ എന്ന് പറയുന്ന സഹോദരിയാണ്. നമുക്ക് ആ സഹോദരിയെ കൂടുതൽ പരിചയപ്പെടാം. ദൈവം അവരെ തൊട്ട വഴികളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ജലജ ചേച്ചി, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എവിടെയാണ് വീട്? എൻ്റെ വീട് കൂത്താട്ടുകുളത്തിനടുത്ത് തിരുമാറാടിയാണ്. തിരുമാറാടി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലെ എൻ്റെ ജീവിത പങ്കാളി, ഞങ്ങൾക്ക് 2 മക്കള്. പ്രായമായത് രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞു. മൂത്ത കുഞ്ഞിന് ഒരു കുഞ്ഞാവയായി. കുടുംബമായിട്ട് സന്തോഷമായിട്ട് പോകണം വെച്ചാൽ. ഓക്കെ ചേച്ചി, ഇപ്പൊ ഇവിടെ വന്ന് ഇരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചിയുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹിച്ച വഴികളുണ്ട്. അപ്പൊ ഒന്ന് ജീവിതം ഒന്ന് ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്ത് കാരണം കൊണ്ടായിരിക്കും ചേച്ചി ഇപ്പൊ ഇവിടെ കസേര വന്നിരിക്കുക? ഞാൻ ഈ കസേര ഇരിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിലെ തകർച്ചയായിരുന്നു വെച്ചാ. ഞാനൊരു അക്രൈസ്ത സഹോദരിയായിട്ട് ജനിച്ച ആളാണ്. അപ്പോൾ വിശ്വാസത്തിലേക്ക് വന്നിട്ട് വിശ്വാസത്തിൽ വന്നത് 96-ലായിരുന്നു. 1996 കല്യാണത്തിനൊക്കെ ശേഷമാണ്. അതെ. ഇപ്പൊ വീട്ടിലുള്ള എല്ലാവരും വിശ്വാസത്തിലായി. ഞാനും എൻ്റെ ജീവിത പങ്കാളി 2 മക്കളും ഉള്ളു വീട്ടില്. അവരെല്ലാവരും ക്രൈസ്തവ വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ഞങ്ങളിങ്ങനെ വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാല്, ഞങ്ങളുടെ കുടുംബത്തിലെ തകർച്ച, കഷ്ടപ്പാടുകൾ, ഒത്തിരി രോഗങ്ങളായിരുന്നു വെച്ചാൽ. പണ്ടോട്ടെ കൂത്താട്ടുകുളത്ത് തന്നെയാണ്, തിരുമാറാടി തന്നെയായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു മകളായതുകൊണ്ട് ഞാൻ ജനിച്ചോട് തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ ജീവിത പങ്കാളി ഭർത്താവിന്റെ നാട് ഒരുപാട് അകലല്ല, നാട് തന്നെ തിരുമാറാടി തന്നെയാണ്. അപ്പോൾ എന്നെ വിവാഹം കഴിച്ചിട്ട് അവിടെ അവർ 7 മക്കളാണ്. 7 മക്കളിൽ 4 ആണും 3 പെണ്ണുമായിരുന്നു. അപ്പോൾ അത് കാരണം എൻ്റെ ജീവിത പങ്കാളി എൻ്റെ കൂടെ തന്നെയായിരുന്നു. എൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനും അമ്മയും അങ്ങനെ താമസിക്കുമ്പോഴാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. അപ്പം എൻ്റെ തകർച്ചയുടെ ഏറ്റവും മെയിൻ കാരണം വെച്ചാൽ എൻ്റെ സ്വന്തം അമ്മച്ചി മാനസിക രോഗിയായിരുന്നു. അപ്പം എന്നെ വിവാഹം കഴിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മയ്ക്ക് മാനസിക രോഗം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ചെറുപ്പത്തിലെ മാനസിക രോഗം ഉള്ളതാണെന്ന് മാതാപിതാക്കളൊക്കെ പറഞ്ഞ്, അമ്മയുടെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞുള്ള അറിവ് എനിക്കുണ്ട്. മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി ഇങ്ങനെ നമ്മൾ ക്രൈസ്തവ സമുദായത്തിൽ ജനിച്ചാൽ അതിൻ്റെതായ രീതിയിലുള്ള ക്ഷേത്രങ്ങളിലും അങ്ങനെയെല്ലാം പോയി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഡോക്ടർമാരെയൊക്കെ കണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അമ്മയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മരുന്ന് കഴിക്കുമ്പോൾ ഏകദേശം 1 വർഷം അസുഖം മാറി നിൽക്കും, വീണ്ടും പഴയപടിയാവും. ഈ രോഗം വരുമ്പോൾ വീട്ടില് താളം തെറ്റും. രോഗം പ്രശ്നം ഉണ്ടാക്കും. അമ്മയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഒത്തിരി ഉപദ്രവങ്ങളും വയലന്റ് ആവും. ഒത്തിരി ചീത്തയൊക്കെ പറയുകയൊക്കെ ചെയ്യുക. പക്ഷേ അസുഖത്തിൽ നിന്നൊരു വിടുതൽ വന്നാൽ നല്ല ആളാണ്. അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇങ്ങനെ ആളുകൾ പറയാൻ തുടങ്ങി, ഈ മരുന്നിലൊന്നും അസുഖം മാറാതെ വന്നപ്പോൾ വിവാഹം കഴിപ്പിച്ചാൽ ശരിക്കും ചിലപ്പോൾ 1 വർഷം മാറായി അമ്മേനെ. അങ്ങനെയാണ് അമ്മേനെ വിവാഹം കഴിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ വിവാഹം കഴിഞ്ഞ അമ്മയ്ക്ക് 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ജനിച്ചു. അപ്പോൾ എന്നെ അമ്മയുടെ ഉദരത്തിലായപ്പോൾ തന്നെ അപ്പോൾ എൻ്റെ അച്ഛന് വലിയ കഴിവില്ലാത്ത ഒരാളായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഈ മാനസിക രോഗം ആയതുകൊണ്ട് അമ്മയുടെ കല്യാണം കഴിക്കുന്ന ആളുടെ വലിയ ഇതൊന്നും നോക്കിയിട്ടില്ല. കാരണം മാനസിക കുറവുണ്ടല്ലോ. പോരെങ്കിൽ ഒരു മാനസിക രോഗം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാളെ വിവാഹം ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ ഒരു അച്ഛൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, എൻ്റെ അച്ഛൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു 10 രൂപ കൊടുത്താൽ 10 എണ്ണമായിട്ട് കൊടുത്തെങ്കിൽ 10 രൂപയാണെന്ന് അച്ഛൻ അറിയത്തുള്ളൂ. അങ്ങനെ ഒരു രീതിയിലുള്ള ആളെയാണ് വിവാഹം കഴിപ്പിച്ചത്. അപ്പോൾ എന്നെ അമ്മയുടെ ഉദരത്തിലായി കഴിഞ്ഞപ്പോൾ തന്നെ ഈ അമ്മയുടെ വീട്ടിൽ ഒരുവിധ അത്യാവശ്യം കഴിവൊക്കെ ഉള്ളതായതുകൊണ്ട് ആ ഉദരത്തിൽ ഉരുവായപ്പോൾ തന്നെ ഇങ്ങ് കൊണ്ടുവന്നു. അച്ഛന് കഴിവുറവും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയായി ഞാൻ ജനിച്ചു കഴിഞ്ഞൊരു 45 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ വീണ്ടും രോഗിയായി. അപ്പനും അമ്മയും ആയിട്ട് പോന്നു അല്ല, ഞാനും അമ്മയായിട്ടിങ്ങ് പോകുന്നു. അതായത് അമ്മ ഉദരത്തിലായപ്പോൾ തന്നെ ഇങ്ങ് പോകുന്നു. പിന്നെ അച്ഛൻ്റെ വീട്ടിൽ. നിങ്ങളുടെ കൂടെ അല്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ മാറി മറിച്ച് നിൽക്കണാണ്. പിന്നെ വിട്ടിട്ടില്ല അങ്ങോട്ട്.
ഓക്കെ. അങ്ങോട്ട് ഇട്ടിട്ടില്ല. അപ്പൊ അതോടുകൂടി അമ്മയുടെ വീട്ടിൽ തന്നെയാണ്. അമ്മയുടെ ഇല്ല അപ്പനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ടൊക്കെ അല്ല, പക്ഷെ ഞങ്ങൾക്കൊരു ബന്ധമില്ല. ഓക്കെ. ഇപ്പൊ ആരെങ്കിലും പറയുമോ ജലജയുടെ ഫാദർ ദേതാന്ന് പറഞ്ഞാൽ അത്ര മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അച്ഛനുമായിട്ടുള്ളൊരു അച്ഛനിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ? അച്ഛനിപ്പോ മരിച്ചുപോയി. അത് ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്ന പിന്നെ മരിച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ അമ്മയുടെ വീട്ടിൽ നിന്ന് വളർന്നത്. അപ്പൊ അമ്മയും മോളും മോളും തന്നെ. പക്ഷെ അമ്മാവനൊക്കെ ഉണ്ട്, അമ്മയുടെ ആങ്ങളെ. പക്ഷെ ഞങ്ങൾക്ക് വീതപ്രകാരം ശകലം സ്ഥലം അമ്മയ്ക്ക് തന്നപ്പോൾ ഞാനും അമ്മയും തന്നെ അവിടെ താമസിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ വെച്ചാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. ചേച്ചിയുടെ ചെറുപ്പത്തിൽ അമ്മയ്ക്ക് ഇങ്ങനെ വയലന്റ് ആയിട്ട് വരുന്ന അവസ്ഥയൊക്കെ കണ്ടിട്ടുണ്ട്? ഉണ്ട്. അപ്പൊ ആ സമയത്ത് അമ്മമാരുടെ കൂടെയാണ് നിങ്ങൾ രണ്ടുപേരും തന്നെ? അമ്മമാരുടെ കൂടെയായിരുന്നു. അപ്പോൾ ഒരുവിധം നോർമൽ ആയ പിന്നെയാണ് ഞങ്ങള് വേറെ താമസം തുടങ്ങിയത്. അപ്പോൾ വിവാഹം കഴിക്കുമ്പോൾ അമ്മയ്ക്ക് അസുഖം ഇല്ലായിരുന്നു. പക്ഷെ എൻ്റെ മൂത്ത കുട്ടി ഉണ്ടായി, മോനാണ്. അപ്പൊ ചേച്ചിയുടെ കല്യാണത്തിന്റെ സമയമൊക്കെ നമ്മ നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഈ നോർമൽ ആയിരിക്കുന്ന സമയത്ത് അമ്മ വേറെ ഒരു പ്രശ്നവും കുഴപ്പമൊന്നുമില്ല, എല്ലാം ഭംഗിയായിട്ട് പോകും. അമ്മ ഇപ്പൊ ഉണ്ട്? ഇല്ല, അമ്മയും മരിച്ചു അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ ബാല്യകാലഘട്ടം അപ്പോൾ കടന്നു പോയത് ഇങ്ങനെയുള്ള ഈ സംഘർഷങ്ങളിലൂടെയാണ്. അച്ഛനൊരിടത്ത് അമ്മയ്ക്ക് പറഞ്ഞ രീതിയിലുള്ള രോഗത്തിൻ്റെതായ പ്രതിസന്ധികൾ അല്ലേ? കുഞ്ഞുനാളിലാണല്ലോ എനിക്ക് വലിയ സ്നേഹമൊന്നും അങ്ങനെ തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട മേഖലയാണല്ലോ. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി വളർന്നൊരു പെൺകുട്ടിക്ക് ഏറ്റവും കൂടുതൽ കിട്ടേണ്ട ഒരു അപ്പൻ്റെ ഒരു കരുതൽ, സ്നേഹമുണ്ട്. അത് തന്നെ നഷ്ടപ്പെട്ടു തന്നെ. പിന്നെ അമ്മയുടെ ഇതോടെ ആകുമ്പം നമ്മുടെ ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളാണല്ലോ. നമ്മുടെ ആരുടെയും കുഴപ്പമില്ല, നമ്മൾ ഓരോ ആയിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളുടെ പ്രത്യേകതയാണ്. ഓക്കെ. പിന്നെ അമ്മാവിൻ്റെ ഒക്കെ ഒരു സ്നേഹം ഒക്കെ ഉണ്ടായിരുന്നു, അവർക്ക് കാര്യമായിരുന്നു. അല്ല, അത് വലിയൊരു അനുഗ്രഹമാണ് ചേച്ചി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന കുടുംബങ്ങളിലൊക്കെ ഈ അമ്മയുടെ വീട്ടുകാരോട് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ വളരെ ഒറ്റപ്പെട്ടു പോലും. അപ്പൊ തീർച്ചയായും ഒരുപക്ഷെ അമ്മാവന്മാരൊക്കെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിലും അവിടെ എപ്പോഴും കുത്തുവാക്കും അതൊക്കെ ആണെങ്കിൽ നമ്മുടെ ലൈഫ് പിന്നെയും പോയി അല്ലേ? അപ്പൊ ഇതൊരു വലിയൊരു അനുഗ്രഹമാണ്, അവരുടെ ഒരു സപ്പോർട്ട് കാര്യങ്ങൾ കിട്ടുക എന്നുള്ളത്. ഓക്കെ. പിന്നെ എൻ്റെ വിവാഹം ഇങ്ങനെ അടുത്തുനിന്ന് കഴിച്ചെന്ന് പറയാൻ കാരണം എൻ്റെ അമ്മാവും പറഞ്ഞു, കൊച്ചേ നമ്മുടെ അമ്മയ്ക്കൊന്നും ഇങ്ങനെ അസുഖമാണല്ലോ, അപ്പം നമ്മളെ അറിയുന്ന ഒരു കുടുംബം ആവുകയാണെങ്കിൽ എളുപ്പമുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ സ്നേഹിച്ചുള്ള കല്യാണമല്ല, പക്ഷേ ഞങ്ങളെക്കുറിച്ച് അറിയാം, അവർക്ക് ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. ഏകദേശം അമ്മയ്ക്ക് മാനസിക രോഗമാണെന്നറിയാം, അതുപോലെ തന്നെ ഞാനൊരു മകളെ ഉള്ളെന്നറിയാം. അപ്പം അങ്ങനെ അവർക്ക് അറിയാമായിരുന്നു. അങ്ങനെ അറിഞ്ഞ് അവർക്ക് ഇഷ്ടമായിട്ടാണ് എൻ്റെ ജീവിതവും കല്യാണം കഴിക്കാനായിട്ട്. അപ്പം അത് കഴിഞ്ഞ് വീണ്ടും ചേച്ചി പഠിപ്പിച്ചതൊക്കെ അമ്മാവന്മാരാണ് അല്ലേ? എന്നെ പഠിപ്പിച്ച അമ്മാവന്മാർ. അവർക്ക് പഠിച്ചിട്ടൊന്നുമില്ല, അമ്മാവന്മാരുടെ മക്കളും നിങ്ങളൊക്കെ ഒരുമിച്ച് ഇപ്പോഴും ഭയങ്കര കാര്യമൊക്കെ. അമ്മാവന് 2 മക്കളുണ്ട്, അവർക്ക് എന്നെ വലിയ കാര്യമാണ്, ചേച്ചി എന്ന് വിളിച്ചാൽ നല്ല. കല്യാണം കഴിഞ്ഞ് പിന്നെ കുടുംബം മുന്നോട്ട് പോകുന്ന സമയത്ത് വീണ്ടും എൻ്റെ കൊച്ചിന് 2 വയസ്സായപ്പോഴത്തേക്കും കിഡ്നി രോഗമായി, ശരീരമൊക്കെ വീർത്ത്. ആർക്ക്? എൻ്റെ മോന്. മോന് 2 വയസ്സായപ്പോ മൂത്തത് മകനാണ്. അപ്പൊ 2 വയസ്സായപ്പോ അവന്റെ ഒരു മകനും ഒരു മകളുമാണ്. അപ്പൊ കിഡ്നി രോഗമായപ്പോ അവന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം ചീർത്ത് കൗളൊക്കെ തുടുത്ത് വയറൊക്കെ ചാടി യൂറിൻ പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അപ്പൊ നിങ്ങള് ഇത് ജനിച്ചപ്പോഴേ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടോ? ഇല്ല, 2 വയസ്സായപ്പോഴാണ് കണ്ടുപിടിച്ചത്. 2 വയസ്സായപ്പോൾ ഇങ്ങനെ മേത്തോടെ ഒരു ചെറിയ ചൊറി പോലെയൊക്കെ കണ്ടു. അപ്പം ജീവിത പങ്കാളിയുടെ ഫാദർ പറഞ്ഞു ഇങ്ങനെ അത് ഈ ചൊറി ഇങ്ങനെയൊക്കെ വന്ന് എൻ്റെ നീര് കയറിയേക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ദേവമാതാവിൽ അവിടെ അടുത്ത് ദേവമാതാവിലെ ഡോക്ടറാണ്, പിള്ളേരുടെ ഡോക്ടർ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു കുഞ്ഞിന് ഇങ്ങനെ കിഡ്നിക്ക് പ്രോബ്ലം ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് മരുന്നും കൊണ്ട് വന്നിട്ട് ആ മരുന്ന് ശരിക്കും തുടർന്ന് കൊടുക്കാൻ ജീവിത പങ്കാളിയുടെ ഫാദർ സമ്മതിച്ചില്ല. കാരണം ഇത് ചൊറി കൊണ്ട് ഇതും കൂടി നീര് എത്തിയേക്കണമെന്നാണ് പറയുന്നത്. അവര് ഇത് കിഡ്നിയുടെ പ്രോബ്ലം ആണെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുന്നില്ല. പക്ഷെ കൊച്ചിന് അത് തന്നെയായിരുന്നു. അങ്ങനെ അത് വർഷങ്ങളോളം അങ്ങനെ കുഞ്ഞിന് ഇതായിട്ടിരിക്കണം. ഈ സമയത്ത് എനിക്ക് ബ്ലീഡിങ് ഉണ്ടാവും അച്ഛൻ. ബ്ലീഡിങ് ഉണ്ട്. അപ്പം എനിക്ക് അമ്മ ഞാൻ പറഞ്ഞില്ല, ഈ മോനിങ്ങനെ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഈ അമ്മയ്ക്ക് അസുഖം വന്നിട്ട് പിന്നെ നമ്മൾ എന്തോരം മരുന്ന് കൊടുത്താലും ഒരു മാറ്റവും ഇല്ലാത്ത അവസ്ഥയായിരുന്നു, ഒരു മാറ്റവും ഇല്ലാത്ത. അപ്പം ഇങ്ങനെ പുറത്തേക്കൊക്കെ ഓടിപ്പോകും, മാറി. അപ്പം പിന്നെ അമ്മേനെ പൂട്ടിയിടേണ്ട വന്നു, ചങ്ങലക്ക് ഇടേണ്ടതായിട്ട് വന്നു. അപ്പോൾ നമ്മുടെ വീടെന്ന് വെച്ചാൽ ഒരുപാട് വലിയ അങ്ങനെ സൗകര്യമില്ല, ഒരു 2 മുറി അടുക്കളയൊക്കെ ആയിട്ട് ഒരു ഓടുമേഞ്ഞ വീട്. അവിടുന്ന് ഒരു ചാർത്തുണ്ടാക്കി ആ ചാർത്തിൽ ഇങ്ങനെ അമ്മേനെ പൂട്ടിയിട്ടേക്കുക. നോക്കണം, നിങ്ങളോടൊക്കെ അമ്മ വയലന്റ് ആവുമായിരുന്നു. ജീവിത പങ്കാളിയുടെ സഹായം ഉണ്ടെങ്കിൽ എനിക്ക് ഒന്ന് കുളിപ്പിക്കാനൊക്കെ പറ്റുള്ളൂ. പിന്നെ മലമൂത്ര ജീവിത പങ്കാളി അതൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു വെച്ചാൽ ഒരു കുഴപ്പമില്ലായിരുന്നു.
ദൈവം എന്നാണോ എനിക്ക് ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരാളെ തന്നത് അത് വലിയൊരു അനുഗ്രഹമാണ്. വലിയൊരു അനുഗ്രഹമായിരുന്നു. കരച്ചിട്ടല്ലേ ഈ നമ്മുടെ ഇപ്പം ഈ പറഞ്ഞനുസരിച്ച് ലൈഫിൽ കഴിഞ്ഞ കാലഘട്ടം കടന്നു പോകുന്ന ഒരു തകർച്ച, അപ്പം നമ്മുടെ സകല പ്രതീക്ഷയും പോവുക. ഇപ്പോൾ ഒരു പെൺകുട്ടി ഒരു യുവതിയായിട്ട് വളർന്നു വന്ന് വിവാഹപ്രായമൊക്കെ എത്തി. അപ്പം നമ്മുടെ മനസ്സിലൊരു ആവലാതി ഉണ്ടോ, നമ്മളെ ആര് കല്യാണം കഴിക്കാൻ വരാൻ, അച്ഛൻ ഇങ്ങനെയാണ്, അവിടെയാണ് അമ്മ ഇങ്ങനെയാണ്. അപ്പം അവിടെ അത് അറിഞ്ഞുകൊണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന രീതി ഈ അമ്മയ്ക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും ഇല്ലാത്ത സമയത്ത് അറിയിക്കാണ്ടൊക്കെ പറ്റിച്ചൊക്കെ കല്യാണം നടത്തുക എന്നുള്ളതാണ്. പക്ഷെ അത് അറിഞ്ഞിട്ട് അറിയാൻ നിങ്ങൾ മനസ്സ് കാണിച്ച് തീർച്ചയായിട്ടും അമ്മമാർ പറഞ്ഞ് പരിചയമുള്ളതായിട്ട് കല്യാണം കഴിക്കാൻ പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാകണ്ട, തീർച്ചയായിട്ടും നല്ലൊരു കാര്യം. രണ്ട്, അത് അറിഞ്ഞിട്ട് സ്വീകരിക്കാൻ പുള്ളി വന്നു എന്നുള്ളത് വലിയൊരു നന്മയാണ്. അതിപ്പോൾ എനിക്ക് ഇത്രയും ദൈവത്തിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ദൈവത്തിൻ്റെ ആ സ്നേഹം ഞാൻ ഇത് എടുത്ത് പലയിടത്തും പലരോടും പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര അടുത്തുള്ള ആളായതുകൊണ്ട് എനിക്ക് തയ്യാറില്ലായിരുന്നു കല്യാണം കഴിക്കാൻ. അപ്പോൾ അത് കാരണം ഈ അമ്മാവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് ശരിയാണല്ലോ എന്ന് ഓർത്ത് ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറായി. പക്ഷേ ഈ ദൈവസ്നേഹത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ തമ്പുരാൻ എനിക്ക് ഒരിക്കൽ ഒരാളായിരുന്നു. അല്ലെങ്കിൽ ആ സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കിതൊന്നും വായിച്ചെടുക്കാൻ പറ്റില്ല, മനസ്സിലാവില്ല നമുക്ക്. നമ്മൾ ആ ഒരു വിഷമസന്ധിയുടെ കാലം കഴിഞ്ഞിട്ട് പിന്നീട് തിരിഞ്ഞ് ചിന്തിക്കുമ്പോഴാണ് ദൈവമേ അങ്ങ് നടത്തിയ വഴികളാർന്നല്ലോ ഇതെല്ലാം മനസ്സിലായത്. അപ്പോൾ അമ്മ ഇത്ര വയലൻ്റായി, ഇങ്ങനെ ചങ്ങലൊക്കെ ഇടേണ്ട സമയമായി, ഭർത്താവും കൂടെ നോക്കി പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ബ്ലീഡിങ് കൂടെ വരും. ബ്ലീഡിങ് വന്ന സമയത്ത് ഇപ്പോൾ ഈ കുഞ്ഞിങ്ങനെ ഇരിക്കണോ വെച്ചാൽ, കുഞ്ഞാണേലും ഇങ്ങനെ ഒരു ചീർത്തിരിക്കണോ, അമ്മ ഇങ്ങനെ ചങ്ങലയ്ക്ക് കിടക്കണോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ മൊത്തം ഒരു പുള്ളി പണിക്ക് പോയെങ്കിലേ നമുക്ക് കഴിയാൻ പറ്റുള്ളൂ. പിന്നെ വാങ്ങിക്കാവുന്നിടത്തു നിന്നെല്ലാം പൈസകൾ ഇങ്ങനെ, നമുക്ക് പൈസയ്ക്ക് ഒരു നിവൃത്തിയില്ല. അപ്പോൾ കിട്ടാവുന്നിടത്തു നിന്നെല്ലാം നമ്മൾ വായ്പ വാങ്ങിയേക്കുക. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്കൊന്ന് തല ഉയർത്തി പിടിച്ച് പോകാൻ പാടില്ലാത്ത ഒരവസ്ഥ. അങ്ങനെ ഞാനിങ്ങനെ പറ്റ കിടക്കുവാണ്. ഞാൻ മരുന്നുകളൊക്കെ കഴിക്കണ്ടല്ലോ അച്ഛാ, എനിക്ക് ഒരു മാറ്റവും ഇല്ലായിരുന്നു, ഒരു മാറ്റമില്ല. അപ്പോൾ ബ്ലീഡിങ് അങ്ങോട്ട് കൂടുതലായി, എനിക്ക് എൻ്റെതായ കാര്യം പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ കിടക്കുക. അങ്ങനെ കിടക്കുമ്പം നമുക്കിടെ തൊട്ടടുത്തൊരു സഹോദരൻ, ഇങ്ങനെ നവീകരണമായിട്ട് ബന്ധപ്പെട്ടൊരു സഹോദരനാണ്. അപ്പോൾ ആ സഹോദരൻ ഒത്തിരി ഒരു ക്രിസ്ത്യാനി ആണെങ്കിൽ തന്നെയും പുള്ളി ഒത്തിരി മദ്യപിച്ചും പുകവലിച്ചും ശരിക്കും ഒരു പോസ്റ്റിൻ്റെ ചുവട്ടി കിടന്നുറങ്ങണ ഒരു ആളായിരുന്നു ആ മനുഷ്യൻ. പക്ഷെ ആ മനുഷ്യൻ ഈ ഡിവൈനിൽ വന്ന ഒരു ധ്യാനം കൂടി തിരിച്ചു വന്നപ്പോൾ അയാളിലൊരു വലിയ മാറ്റം വന്നു. അപ്പോൾ അയാളൊരു പ്രാർത്ഥനാ കൂട്ടായ്മയൊക്കെ സംഘടിപ്പിച്ചു. ആ കൂട്ടായ്മയിൽ ഇങ്ങനെ എന്നെക്കുറിച്ച് എൻ്റെ അടുത്തുള്ള കൂട്ടുകാരികൾ പറഞ്ഞു, ഇങ്ങനെ ജലജയുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ്, അമ്മ ഇങ്ങനെ കിടക്കണു, അവൾക്കിപ്പോൾ വയ്യ, മോനിങ്ങനെ ഇരിക്കണു, അത് കാരണം ഇങ്ങനെ ബ്രദറൊന്ന് പോയി. ഇതെല്ലാം കൂടെയൊക്കെ സാമ്പത്തികമായിട്ട് ഒരിടത്തും എത്തിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് രോഗം, മകന് രോഗം, അമ്മയ്ക്ക് രോഗം, ആകെ പണിയാൻ പോകുന്ന ഭർത്താവിന് പണിയാനും ശരിക്കും പോകാൻ പറ്റുന്നില്ല അച്ഛാ. കാരണം ഇവരൊക്കെ ഇത് നോക്കുകയൊക്കെ ചെയ്യണമല്ലോ, നോക്കുകയൊക്കെ ചെയ്യണ്ടേ അച്ഛാ. അങ്ങനെ മേടിക്കാവുന്നടത്തൊക്കെ ആള് കൂലിപ്പണിക്ക് പോണ ആളാണ്. കൂലിപ്പണി ഉണ്ട്, പക്ഷെ നമുക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ബ്രദർ ഇങ്ങനെ ഈ കൂട്ടുകാരി പറഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വരുമ്പോൾ ഞാനിങ്ങനെ കിടക്കുക. അപ്പോൾ കിടക്കുന്നിടത്ത് ഇങ്ങനെ എൻ്റെ തൊട്ടടുത്ത് കട്ടിലേ വന്ന് എൻ്റെ അടുത്തൊരു കസേര വലിച്ചിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് എന്നോട് രോഗത്തെക്കുറിച്ചൊക്കെ ആദ്യം ഇങ്ങനെയൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, ജലജ ഒരു കാര്യം ചെയ്യണം കേട്ടോ, ജലജ ഓരോ ദിവസവും ഒരു 5 മിനിറ്റ് സമയം ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, കർത്താവായ ഈശോയെ അവിടുന്ന് എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ കിടന്നുകൊണ്ട് തന്നെ തല കുലുക്കി പ്രാർത്ഥിക്കാം. അറിയാം ഈശോയെ എന്നൊക്കെ പറയുമ്പോൾ അറിയാം, ക്രിസ്ത്യാനികളുടെ ദൈവം അങ്ങനെ അറിയാം. അതിനപ്പുറത്തേക്കൊന്നും ഒന്നും നമുക്കറിയാം. പള്ളികളിലൊക്കെ ആ സമയത്തൊന്നും പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അച്ഛാ, നമ്മൾ ഈ ഞാൻ പഠിച്ചോണ്ട് കൂട്ടുകാരുടെ കൂടെ ചൂണിക്കാരൊക്കെ എടുത്ത് പോകാൻ വേണ്ടി അങ്ങനെ പോയിട്ടുണ്ട്. പള്ളിക്കകത്തൊക്കെ കയറണം എനിക്ക് പേടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്രിസ്ത്യാനികളുടെ അല്ലേ, അപ്പൊ നമ്മൾ കയറി എങ്ങനെയാണെന്നൊരു ഒരു പേടി, അല്ലാതെ അതുകൊണ്ട് ഞാൻ കയറിയിട്ടില്ല. എന്നാലും ഞാൻ കണ്ടിട്ടുണ്ട് ഈ കർത്താവിന്റെ രൂപങ്ങളാണെങ്കിലും ഞാൻ പല രീതികളിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഈ ബ്രദർ ഇങ്ങനെ എന്നോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് ദൈവവിശ്വാസം ഉണ്ടല്ലോ, ഞാൻ നിരീശ്വരവാദിയല്ല. അതുപോലെ തന്നെ ഞങ്ങൾക്ക് സന്ധിക്ക് നിലവിളക്ക് വെച്ച് ഞങ്ങൾ ഹിന്ദുവായ ഞങ്ങൾ അങ്ങനെ വെക്കുമായിരുന്നു. അത് ഇങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. പക്ഷേ ഈ മനുഷ്യനോട് ഞാൻ എതിർത്ത് പറഞ്ഞില്ല. കർത്താവായി ഈശോയെ എൻ്റെ മേൽ കരുണയായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കണേ എന്തിനാ, ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അല്പസമയം കഴിഞ്ഞ് എൻ്റെ അടുത്തുനിന്ന് പോവുക. എണീക്കാൻ നേരത്ത് ഞാൻ കിടക്കുന്ന മുറിയിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങാൻ സമയം ആ വാതിലിൻ്റെ അവിടെ നിന്ന് വീണ്ടും തിരിഞ്ഞ് എന്നോടൊരു ഇങ്ങനെ പറഞ്ഞു, ജലജെ പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് അമാന്തം വിചാരിക്കരുത് കേട്ടോ. ഇപ്പോൾ ജലജിക്ക് പ്രാർത്ഥിക്കണ കാര്യത്തിന് അമാന്തം വിചാരിക്കരുതല്ലോ കേട്ടോ, ഇപ്പോൾ പ്രാർത്ഥിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ എന്ന് ഇയാൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഒരു വാക്ക് എന്നെ ഒന്ന് വല്ലാതെ ഒലച്ചു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛാ, എനിക്ക് പ്രാർത്ഥിക്കാനല്ലേ സമയമുള്ളൂ,
വേറെ ഒന്നിനും പറ്റും. ഒന്നിനും എനിക്ക് സമയമില്ല. ആ ഒരു വാക്ക് എന്നെ ശരിക്കും അങ്ങോട്ട് ഒലച്ചു. അപ്പം ഞാൻ ആ മനുഷ്യന് എൻ്റെ വീടൊക്കെ എനിക്കറിയാം, തൊട്ടടുത്ത് തന്നെയാണ്, കുറച്ച് അങ്ങ് പോയാൽ മതി. അപ്പോൾ അയാളുടെ വീട്ടിൽ അയാൾ എത്തുന്നതിന് മുമ്പ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, യേശുവേ, കർത്താവായ ഈശോയെ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന്. അതിങ്ങനെ കിടന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കണേ. അത് ഞാനിങ്ങനെ കണ്ണടച്ച്, അറിയാതെ തന്നെ, ആരും പറഞ്ഞിട്ടൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ കണ്ണടച്ച് കർത്താവായ ഈശോയെ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. പക്ഷെ ആ ഒരു നിമിഷത്തെ പ്രാർത്ഥന എന്നെ വല്ലാതെ ഒന്ന് ഭയങ്കര ഒരു ദൈവാനുഭവത്തിലേക്ക് എന്നെ മാറ്റി. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ആ ഒരു നിമിഷം പ്രാർത്ഥിച്ച് കണ്ണ് തുറക്കുമ്പോൾ തന്നെ അച്ഛാ എനിക്കൊരു ഭയങ്കര ഉണർവ് എൻ്റെ മുഖത്തിനൊക്കെ നല്ലൊരു തെളിച്ചിങ്ങ് വന്നു. തെളിച്ചിങ്ങ് വന്നു അച്ഛാ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് ഈ പുള്ളി പിറ്റേ ദിവസം അതിരാവിലെ വീണ്ടും വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചെറിയച്ഛൻ എന്ന പേര്, ചെറിയൻ ചേട്ടൻ, ഞാൻ ഇന്നലെ ചെറിയൻ ചേട്ടൻ പറഞ്ഞ പോലെ പ്രാർത്ഥിച്ചു കേട്ടോ, എനിക്കൊരു ഭയങ്കര സന്തോഷം ഉണ്ടായിന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുള്ളി അന്നേരം വന്നപ്പോൾ ഉണ്ടല്ലോ അച്ഛാ, എനിക്കൊരു രക്ഷയുടെ സന്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ നായ്ക്കും പറമ്പിലച്ഛൻ എഴുതിയ ഒരു വിരൽ കനമുള്ള ഒരു പുസ്തകം, ഈ പുസ്തകമായിട്ടാണ് വന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ജലജെ ഇനി ഒരു കാര്യം ചെയ്യണം കേട്ടോ, നീ എന്നും ഇത് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇച്ചിരി സന്തോഷമായി. കാരണം നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാൻ അയാൾ പറഞ്ഞു തന്നെ ആ ഒരു വാക്കല്ലേ നമുക്ക് അറിയത്തുള്ളൂ, കാരണം ഒന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ അങ്ങനെ സന്ധ്യ ആയി കഴിഞ്ഞപ്പോൾ നിലവിളക്കൊക്കെ എൻ്റെ ജീവിത പങ്കാളി തന്നെ കത്തിച്ച് വയ്ക്കണേ, അത് കത്തിച്ച് വെച്ചു. അപ്പം ഞാൻ അന്നേരം എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു, ഇന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഒരു പാവ വലിച്ച് ഇട്ടിട്ട് ഞങ്ങൾ 4 പേരും കൂടി ഇതിലിരുന്നു. അപ്പോൾ ആ രക്ഷയുടെ സന്ദേശം ഞാൻ തുറന്നിട്ട് നോക്കിയപ്പോൾ അത് അപ്പോൾ ഈ ബ്രദർ വന്നതൊക്കെ ഹസ്ബൻഡിന് അറിയാം. അപ്പോൾ ഈ പകല് തന്നെ ഈ ബ്രദർ ഈ പുസ്തകം തന്നപ്പോൾ ഞാനൊന്ന് മൊത്തം നോക്കിയായിരുന്നു. നോക്കി കഴിഞ്ഞിട്ട് ഈ പ്രാർത്ഥിക്കാം എന്ന് എഴുതിയ കുറേ ഭാഗങ്ങളുണ്ട് അച്ഛൻ എഴുതാൻ. അപ്പോൾ അത് മാത്രം ഞാനങ്ങ് പ്രാർത്ഥിച്ചു കൊടുത്തു. അപ്പോൾ ഞാനൊരു വാക്കങ്ങ് പറയും, എൻ്റെ ജീവിത പങ്കാളി മക്കളും ഏറ്റുമില്ല പ്രാർത്ഥിക്കും. അങ്ങനെ ആ പ്രാർത്ഥന അവിടെ അങ്ങനെ പര്യവസാനിക്കുമ്പോൾ ഞങ്ങൾ യേശുവേ നന്ദി സ്തുതി സ്തോത്രം എന്ന് പറഞ്ഞ് പ്രാർത്ഥന അവസാനിപ്പിക്കും. ഇന്നത്തെ പോലെ സ്വർഗസ്വനായ പിതാവ് ചെല്ലാനോ നന്മ നിറഞ്ഞ മറിയം ചെല്ലാനോ നമുക്ക് അറിയത്തില്ല. അങ്ങനെ 3-ാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഒരു അനുഭവം ഉണ്ടാവുകയാണ് അച്ഛാ. ഞങ്ങൾ 3 പേരും കൂടെ ഇങ്ങനെ രക്ഷയുടെ സന്ദേശം തുറന്ന് ആദ്യം മുതൽ അവസാനം വരെ പ്രാർത്ഥന അവസാനിപ്പിക്കുന്ന സമയത്ത്, അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മുറിയുടെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, മണ്ണുകെട്ട് കൊണ്ട് പണിത് ഓട് മേഞ്ഞ പെരയാണ് ഞങ്ങളുടെ പെര. അപ്പം അടുക്കളയിൽ കത്തിക്കുന്ന കരിയും പുകയെല്ലാം നമ്മൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മുറിയുടെ ഭിത്തിയിലേക്ക് ആയിട്ട്, ഇത് മണ്ണുകെട്ട കൊണ്ട് പണിതാണോ ഇഷ്ടികം കൊണ്ട് പണിതാണോ വെട്ടുകല്ല് കൊണ്ട് പണിതാണോന്നും അറിയാൻ പാടില്ലാത്ത രീതി കരിക്കട്ടയാണ്. ആ മുറിയിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന അങ്ങ് 3-ാമത്തെ ദിവസം ഇങ്ങനെ അവസാനിക്കുമോ, യേശുവേ നന്ദി സ്തുതി സ്തോത്രം. അപ്പോൾ ഈ കണ്ണെൻ്റെ അടഞ്ഞിരിക്കുന്ന കണ്ണുണ്ടല്ലോ അച്ഛാ, ഞാൻ അറിയാതെ തന്നെ തുറന്ന് ഇങ്ങ് വിടർന്ന് വലുതായിട്ട് ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മുറിയുടെ മുകളിലത്തെ ഭിത്തിയിൽ നിന്ന് ഇങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്ന പോലെ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ ഭിത്തിയുടെ കോണിൽ നിന്ന് 2 സൈഡിൽ നിന്നും ഭയങ്കര ഒരു പ്രകാശം. അപ്പോൾ എൻ്റെ കണ്ണിങ്ങനെ വിടർന്ന് ഇങ്ങനെ വലുതായി കണ്ണിൽ നിന്ന് ഇങ്ങനെ ഇടുമെന്ന് വെള്ളം ചാടുവാണ്. ഇപ്പോൾ ഇവർക്ക് ഇതൊന്നും അറിയത്തില്ല, ഇവർ പ്രകാശം കണ്ടിട്ടില്ല, ഞാനാണിത് കാണുന്നത് പ്രകാശം. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ജീവിത പങ്കാളി ഓർത്ത് കാണും, ഈ രോഗമൊക്കെ മൂർച്ഛിച്ചുകൊണ്ടായിരിക്കും കരയണേ. എന്നായാലും എൻ്റെ ശരീരം ഒരു ജീവച്ഛവം കണക്കെ ആയി. എന്നിട്ട് ഞാനൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ പയ്യെ എല്ലാവരും എണീറ്റു. ജീവിത പങ്കാളി തന്നെ ഭക്ഷണമൊക്കെ വിളമ്പി. ഞാൻ പോയി കഴിച്ചോന്ന് ചോദിച്ചാൽ കഴിച്ചു. നമുക്ക് ഭയമാണോ? ഭയമല്ല, നമുക്ക് ഈ സന്തോഷം കൊണ്ടുള്ള ഒരു ഇത് പറയാൻ അറിയത്തില്ല, അങ്ങനെ ഒരു സന്തോഷ അനുഭൂതിയായി. പക്ഷെ നമുക്കൊന്നും പങ്കുവയ്ക്കാൻ പറ്റുന്നില്ല, ശരീരം ജീവച്ഛവം പോലെ അങ്ങനെയായി. അന്ന് എനിക്ക് വീണ്ടും ഒരു അനുഭവം ഉണ്ടാവുകയാണ്. സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ യഥാസ്ഥാനങ്ങളിൽ പോയി കിടക്കുക. അന്ന് എൻ്റെ വീട്ടിൽ പ്രത്യേകിച്ച് അമ്മാവൻ്റെ മോള്, ഞാൻ പറഞ്ഞില്ല അമ്മാവൻ്റെ വീട്ടിൽ നിന്ന് വളർന്നതെന്ന് പറഞ്ഞല്ലോ, മോളന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മോള് വന്ന കാരണം ഞാൻ അന്ന് കിടക്കുന്നത്, ഞാനും എൻ്റെ മോളും ഈ മോളും കൂടി ഒരു കട്ടിലേലാണ് കിടക്കുന്നത്, അന്നത്തെ ദിവസം കിടക്കണം. അപ്പം ഞങ്ങൾ കിടക്കും. അന്ന് ഞങ്ങൾക്ക് ഇന്നത്തെ പോലെ അച്ഛാ കറണ്ട് സൗകര്യങ്ങളില്ല, ടോയ്ലറ്റൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഈ അസുഖമായതുകൊണ്ട് എപ്പോഴും മുറ്റത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ഏകദേശം ഒരു 12 മണി സമയം. അപ്പം ഞാൻ തനിയെ വിളക്ക് കത്തിച്ചു, തീപ്പെട്ടി ഉരച്ച് വിളക്ക് കത്തിച്ച് ഈ വിളക്കും കൈ പിടിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഞാൻ തനിയെ ഇറങ്ങി വീണ്ടും ഞാൻ തിരിച്ച് കയറി വന്നത്, ഞാൻ എറയൻ ടച്ച് ചെയ്തിട്ടെങ്കിൽ കയറി വന്ന മുറിയിലാണ് ഞങ്ങൾ കിടക്കുന്നത്. പക്ഷേ ആ മുറിയും വിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മുറിയിലേക്ക് ഈ വിളക്കും കൈ പിടിച്ചുകൊണ്ട് ഞാൻ കടന്നു തരിക. ആ മുറിയിലാണ് മോൻ കിടക്കണേ. അപ്പം ഞാൻ ആ മുറി കൊണ്ടുവച്ച്, അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മുറി, ആ മുറിയിൽ ആ സ്റ്റൂളിമേ തന്നെ ഞാൻ ഈ വിളക്ക് വയ്ക്കുന്നു. വിളക്ക് വെച്ച വഴി ഞാൻ മുട്ടുകുത്തുകയാണ്.
മുട്ടുകുത്തുവാണ്. മുട്ടുകുത്തുമ്പോൾ ആ മുറി നിറയെ, അപ്പം അച്ഛൻ അറിയാലോ, ഒരു വിളക്ക് കത്തിച്ചാൽ എന്തോരം വെട്ടമുണ്ട് പാതിരാവിലെ, ആ വെട്ടം മാത്രം. പക്ഷേ ഞാൻ ആ മുട്ടുകുത്തുന്ന നിമിഷം എൻ്റെ 2 കണ്ണും അടഞ്ഞു. അപ്പോൾ ആ മുറി നിറയെ പ്രകാശം. ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. അന്ന് എനിക്കിത് അറിയത്തില്ല, പക്ഷേ പ്രകാശം നിറഞ്ഞു നിൽക്കുന്നു. ഈ പ്രകാശത്തെ ഞാനിങ്ങനെ ദർശിക്കുമ്പോൾ ഞാൻ അറിയാതെ ഇങ്ങനെ എൻ്റെ അധരം കൊണ്ട് അറിയാതെ ഇങ്ങനെ പറയുവാണ്, വെച്ചാൽ ഈശോയെ, എൻ്റെ അമ്മയെ എനിക്ക് ആ ചങ്ങലയിൽ നിന്ന് അഴിച്ചു തരണം. അത് ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും അല്ല പറയുന്നത്, അറിയാതെ എൻ്റെ അധരത്തിൽ അങ്ങ് വരുവാണ്. ആ, ഞാൻ ഈ പ്രകാശത്തെ മുറി വിട്ടൊരു ചാർത്തില്, കാരണം മുറിയിൽ കിടക്കാൻ കട്ടിലിൽ പായൽ കിടന്ന് അതെല്ലാം എടുത്ത് വലിച്ചു കീറി എല്ലാം കളയും. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ കിടത്തേക്കണം. അപ്പൊ ഞാൻ ഈ പ്രകാശത്തെ ഇങ്ങനെ കണ്ടപ്പോൾ, ഈശോയെ, എനിക്ക് എൻ്റെ അമ്മയെ ആ ചങ്ങലയിൽ നിന്ന് അഴിച്ചു തരണമെന്ന് ഉറക്കെ അങ്ങ് പറയുവാണ്. നമ്മൾ ഉറക്കെ അങ്ങ് പറയും. അപ്പം ഞാനൊരു സ്വരം കേൾക്കുവാണ്, അച്ഛാ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9:2 പറയണ പോലെ, അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം ഒരു മഹത്തായ ഒരു പ്രകാശം കണ്ടു, കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചവരുടെ ഇടയിൽ ഒരു പ്രകാശം ഉദിച്ചു, ആ പ്രകാശത്തെ ഞാൻ കണ്ടു. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരവും കൂടി. അപ്പോൾ ഈ പ്രകാശത്തെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ബോധ്യം എന്നാന്ന് വെച്ചാൽ, ഈശോ മാത്രമാണ് ദൈവം. ഉള്ളി തോന്നി. അതൊക്കെ ഇപ്പോഴാണ് എനിക്ക് ബോധ്യമാണ്. ഇപ്പോഴാണ് ബോധ്യമാണ്. അപ്പോൾ സ്വരപ്രവർത്തനം 4:12 പറഞ്ഞു, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി മറ്റൊരു നാമവുമില്ല. അപ്പോൾ യേശു മാത്രമാണെന്ന് ദൈവമെന്നും ആ ദൈവം സംസാരിക്കുന്ന ഒരു ദൈവമാണെന്നും എനിക്ക് പാതിരാവിൽ ബോധ്യമായത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈശോയെ, എൻ്റെ അമ്മയെ ഈ ചങ്ങലയിൽ നിന്ന് എനിക്ക് മോചിപ്പിച്ച് തരണമെന്ന് പറയുമ്പോൾ. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്പം ദൈർഘ്യമുള്ള ഒരു സാക്ഷ്യത്തിലൂടെയാണ്. അതുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കാണും. നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുമിക്കാം. വീണ്ടും അടുത്ത എപ്പിസോഡിൽ ബെത്സയിദയിൽ നമ്മൾ കണ്ടുമുട്ടുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.